സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുക. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിച്ചത്. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അതിനപ്പുറം കർത്താവ് ഒരു അത്ഭുതവാനും കൂടെയാണ്. അതുകൊണ്ടാണ് ജോബിന്റെ കാര്യം ഇങ്ങനെ എഴുതിയത്. ജോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. എന്തോ അല്ല, ഇതുപോലെ അത്ഭുതകരമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ജോബിന്റെ സഹിഷ്ണുത നമുക്ക് വരാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അത് നിങ്ങൾ കേട്ടാൽ മതി. പക്ഷെ അവന് വന്ന അവസാനം, അവൻ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവൻ നഷ്ടമായതെല്ലാം തിരിച്ചു പിടിച്ചത് നിങ്ങൾ അനുഭവിക്കണം. അപ്പോൾ അവന് വന്ന കഷ്ടത, സഹിഷ്ണുത നിങ്ങൾ പങ്കുകാരാകണ്ട. അത് കേട്ട് മാനസാന്തരപ്പെട്ടാൽ മതി. അവന് വന്ന അവസാനം നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളെക്കുറിച്ച് കളവായി നുണ പറയുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ആ വഴി ഒരു പ്രവാചകന്റെ വഴിയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ ക്രോസ് ചെയ്ത് പോകണം. ഹല്ലേലൂയ. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിലെ പോലെ നിങ്ങളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ ഇങ്ങനെ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, വിചാരിക്കുക അത് നിങ്ങളുടെ അകത്തുനിന്ന് വേറൊരാൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവമാണ്. അതൊരു ചെറിയ കാര്യമല്ല. പൗലോസിന്റെ ജീവകാലത്ത് ഇത്രയും ശ്രേഷ്ഠനായ മനുഷ്യനെ അവർ പരീക്ഷിച്ചു. വിശ്വാസികൾ അപ്പോസ്തലനെ പരീക്ഷിച്ചു. പൗലോസിന് ഇതൊക്കെ അറിയാം. പൗലോസ് പിന്നീട് അവർക്ക് എഴുതി, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നല്ലേ. അപ്പൊ കർത്താവ് നമ്മളിലൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉൽപ്പത്തിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം, സൃഷ്ടിപ്പ് നടത്തിയ ദൈവം, ഇരുട്ടിൽ വെളിച്ചമുണ്ടാക്കിയ ദൈവം, ഭൂമിക്ക് വേണ്ടതെല്ലാം നൽകിയ ദൈവം, പാഴായതിനെ ശൂന്യമാക്കിയ ദൈവം ഇന്ന് കുടുംബങ്ങളിൽ ഇരുട്ട് വാഴുന്നത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നു, ചാനലുകളിൽ കാണുന്നു. അപ്പൻ മകനുമായിട്ടൊരു സംഘടന ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, സഹോദരങ്ങൾ തമ്മിൽ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധങ്ങൾ തകരുന്നു എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ന്യൂ ജനറേഷനിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ അത് മനുഷ്യരുടെ കുറ്റമല്ല. അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറിയവൻ, ആ പഴയ പാമ്പ്, അവൻ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു. സഭകളിൽ അവൻ കയറി പ്രശ്നമുണ്ടാകുന്നു. അവിടെ വേണം കർത്താവിൽ സംസാരിക്കാൻ പ്രവാചകൻ. അതിന് എന്ത് വേണം? നമ്മുടെ അകത്ത് ഒരു സ്വയമുണ്ട്, ഞാൻ എന്ന ഭാവം. അതിനെ ഉടച്ചാൽ കർത്താവ് നമ്മുടെ സ്വയമാകും. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങളെന്ന് വിശ്വസിച്ചേ. ഞാൻ രാവിലെ എഴുന്നേറ്റു, വയലിൽ പോയി ഉഴുതുമറിച്ചു, പിന്നെ റെസ്റ്റ് എടുത്തു, പിന്നെ വൈകുന്നേരം വന്നപ്പോൾ പാർട്ട് ടൈമായിട്ട് വീണ്ടും ജോലി ചെയ്തു. ആ പ്രവൃത്തിയാണോ? അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു, അധ്വാനിച്ചല്ല. ഞാൻ ചെയ്ത പ്രവൃത്തി പിതാവിന് എന്നിലൂടെ സംസാരിക്കാൻ അവസരം കൊടുത്തു. പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവിന് ഒറ്റ പ്രവൃത്തിയുള്ളത് വചനത്താലുള്ള പ്രവൃത്തിയാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഈ തലമുറയ്ക്ക് വേണ്ടത്. അനർത്ഥങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ സഭയ്ക്കൊന്ന് ചെയ്യാൻ കഴിയും, അനർത്ഥം വ്യസനമാകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയും. ദുരന്തങ്ങൾ സംഭവിച്ച കുടുംബങ്ങളിൽ അവർ ആ ദുരന്തത്താൽ തകർന്നു പോയാൽ അനർത്ഥം വ്യസനമായെന്നാണ് അർത്ഥം. പ്രശ്നങ്ങളുണ്ടായ വീട്ടിൽ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ സഭ വേണം. ശരിയാണ്, നമുക്കത് തടയാൻ കഴിഞ്ഞില്ല. ഒരു അപകടം ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായി, കടബാധ്യതയാൽ ഒരാളോട് കടുങ്കൈ ചെയ്തു. ശരിയാണ്, ഒരു അനർത്ഥം ആ കുടുംബത്തിൽ സംഭവിച്ചു. പക്ഷെ സെക്കൻഡ് ചാൻസ്, ആ അനർത്ഥം അവരെ വ്യസനമാകാതെ വണ്ണം പിടിച്ചു കയറ്റാൻ ദൈവസഭയ്ക്ക് കഴിയും, പ്രവാചകന് കഴിയും. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന സഹോദരിമാർക്ക് കുടുംബങ്ങളിൽ സന്ദർശിച്ച് വീട്ടമ്മമാരെ ബലപ്പെടുത്താൻ കഴിയും, ആശ്വസിപ്പിക്കാൻ കഴിയും, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ കൊടുക്കാൻ കഴിയും, ചിന്തയെയും ബുദ്ധിയെയും അതിശയിക്കുന്ന
പിശാചിനെ ലജ്ജിപ്പിക്കുന്ന കണക്ക് അവിടെ വെളിച്ചം പകരാൻ കഴിയും ഒരു പ്രവാചകന്, ഒരു പ്രവാചകിക്ക്. അതുകൊണ്ട് സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ജോബിന്റെ സഹിഷ്ണുത അല്പം ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒരു നാട്ടിൽ വളരെ മഹാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് 10 മക്കൾ, 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഇവർ വളർന്നു വന്നു. ആ കൂട്ടത്തിൽ ഇയാളുടെ സമ്പത്തും വളർന്നു വന്നു. ആ ദേശത്ത് ഇത്രയും സാമ്പത്തികമായി, സാമൂഹികമായി, ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനില്ല. മക്കള് വളർന്നു, ബിസിനസ്സൊക്കെ പലതായതുകൊണ്ട് 7 ആൺമക്കൾക്കും 7 വീട്, 7 ലൊക്കേഷനില്ല. ഇവർ ഭയങ്കര കഠിനാധ്വാനികൾ. അവർ ബിസിനസ്സെല്ലാം നന്നായിട്ട് നോക്കി, കൃഷി നോക്കി, അവരുടെ സമ്പത്തിനെ പരിപാലിച്ചു. അവർ വർദ്ധിച്ചു വന്നു. സ്വാഭാവികമായിട്ട് മാസത്തിലൊരിക്കൽ ഒരു പാർട്ടി, കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചൊരു പാർട്ടി. അപ്പോൾ ജോബും ഭാര്യയും പറഞ്ഞു, ഞങ്ങൾ ഈ പ്രായമുള്ളവരെന്തിനു വരാനാ, നിങ്ങൾ പിള്ളേരെ ആഘോഷിച്ചോ. ഓരോ മാസവും ഓരോ സഹോദരൻ്റെ വീട്ടിൽ പാർട്ടി. സഹോദരിമാരെയും വിളിച്ചുകൊണ്ട് പോകും. ഭക്ഷണം ഉണ്ടാക്കുക, വീഞ്ഞു കുടിക്കുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, സന്തോഷിക്കുക. ഇതാണ് പാർട്ടി. ഇതെല്ലാ മാസത്തിലും ഒരു ദിവസം. 7 മാസം കഴിയുമ്പോൾ 8-ാം മാസത്തിൽ വീണ്ടും മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ വരും പാർട്ടി. അവിടെ പാർട്ടി നടക്കുമ്പോൾ ജോബിൻ്റെ വീട്ടിൽ ജോബ് ഫാസ്റ്റിംഗ് ആണ്. അവിടെ ഫീസ്റ്റിംഗ് ആണ്, ഇവിടെ ഫാസ്റ്റിംഗ് ആണ്. കാരണം ജോബിനൊരു ബോധമുണ്ട്. എൻ്റെ മക്കൾ ചെറുപ്പമാണ്. ഈ പാർട്ടി നടക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. രാജാക്കന്മാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ് എല്ലാം തികഞ്ഞപ്പോൾ ഒരിക്കൽ വായിന്ന് വന്നു, ഇതെൻ്റെ മഹാത്മ്യത്താണ്, ഞാൻ പണിത ബാബിലോൺ അല്ലയോ. അപ്പം തന്നെ വെട്ടിയിട്ടു. മനോനില തെറ്റിപ്പോയി. മൃഗത്തെ പോലായി, ഭ്രാന്തനെ പോലായി. ചാടി നടന്നു, കാട്ടിലോട്ട് ഓടിപ്പോയി. 7 വർഷം കഴിഞ്ഞ്, ദൈവമേ അങ്ങാണ് മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നതെന്ന് ബോധം വന്നപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ബോധം വരേണ്ട എന്താണ്? പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നെങ്കിലും കർത്താവേ നീയാണ് വാഴുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രധാനമന്ത്രിയെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് അല്ല ശക്തൻ, അവനെ അവിടെ എത്തിയിരിക്കുന്ന ദൈവമാണ് ശക്തൻ. പ്രാർത്ഥനയ്ക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അവൻ ദൈവജനത്തിന് വിരോധമായി നീങ്ങിയാൽ വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിനും സ്വസ്ഥത വരുത്താൻ ദൈവത്തിന് കഴിയും. ബലശാലികളെ അവൻ വിചാരണ കൂടാതെ നീക്കിക്കളയുന്നു, അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു എന്നുള്ള ബോധം വന്നപ്പോൾ ഈ മനുഷ്യനെ രാജത്വത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് രാജാവാകാം, എനിക്ക് രാജാവാകാം. ഈ ബോധം വന്നാൽ, ആ ബോധം വരണമെങ്കിൽ ശരിയാണ് ഒരു 7 വർഷത്തെ കഷ്ടത പ്രതീക്ഷിക്കേണ്ട. ദൈവം നോർമലായിട്ട് അങ്ങ് ചെയ്തോളൂ. ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സ് വരുമ്പോൾ കൊച്ചി ഇതെങ്ങനെ സൂചി കയറും, എനിക്ക് വേദനയാണെന്ന് പേടിക്കേണ്ട. നേഴ്സ് ഒന്നും അറിയാതെ സിമ്പിളായിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോകുന്ന പോലെ കർത്താവ് അതങ്ങ് ചെയ്തോളും. പിന്നെ അവിടെ തന്നെ ആ കൊട്ടാരത്തിൽ തന്നെ ബേൽശസ്സർ എന്ന് പറയുന്ന ഒരുത്തൻ പാർട്ടിയുടെ ഇടയിൽ അവൻ്റെ രാജ്യത്വം പോയി. വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു. വീഞ്ഞു കുടിച്ചത് കൊണ്ട് രാജ്യത്വം പോയി. ഇനി അന്യന്മാരുടെ പാർട്ടിക്ക് പോയിട്ട് പൗരോഹിത്യവും കിട്ടാനുള്ള സൗഭാഗ്യവും നഷ്ടമായവരെ നമ്മൾ ദാവീദിന്റെ കാലത്ത് കാണുന്നു. അബ്ശലോമിന്റെ പാർട്ടിക്ക് പോയവർ, അദോനിയാവിന്റെ പാർട്ടിക്ക് പോയവർ, അവർക്കെല്ലാം അത് കെണിയായി. അപ്പോൾ ഒരു വിവേചനം വേണം. ആരാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ? ആരുടെ കൂട്ടായ്മയ്ക്കാണ് ഞാൻ പോകേണ്ടത്? ദുഷ്ടന്മാരുടെ കൂടെ വലിയ വിരുന്നിനേക്കാൾ ദൈവസഭയിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നല്ലത്. ഹല്ലേലൂയ. അപ്പോൾ മക്കളവിടെ തുള്ളിച്ചാടി ഡാൻസ് ചെയ്യുമ്പോൾ ജോബ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. വിരുന്ന് കഴിയുമ്പോൾ വേലക്കാരനെ വിട്ട് മക്കളെ വിളിപ്പിക്കും. അവരവിടെ വിരുന്നിന് വേണ്ടി ആടിനെയും മാടിനെയും കൊന്നപ്പോൾ, അറുത്ത് തിന്നപ്പോൾ, ഇവിടെ ഓരോരുത്തർക്ക് വേണ്ടി ഓരോ ആട്ടുകെട്ടിനെ അറുത്ത് ഇദ്ദേഹം ഹോമയാഗം കഴിച്ചു. കാരണം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു, നീതിയില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഞാൻ വളർന്നത് നീതിയാലാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ ദൈവത്തെ പിണക്കിയാൽ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ഈ മനുഷ്യൻ അങ്ങനെയല്ല ഇപ്പോഴും ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കോമണായ ഒരു ശത്രുവുണ്ട്. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ ചതിച്ച ശത്രു ഇപ്പോഴും ഉണ്ട്. ബൈബിളിൽ നിന്ന് വരെ എടുത്ത് സംസാരിച്ചു കളയും. അത് കാരണം ഈ പുള്ളിക്കാരനെ തിരിച്ചറിയാൻ കഴിയുകയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനെ തൊടാൻ ഇവന് കഴിയുകയില്ല. ഇവൻ കയറാൻ നോക്കും, പക്ഷെ കഴിയുന്നില്ല.
പക്ഷെ ദൈവം കണ്ട് ദൈവം പറഞ്ഞു ദൂതന്മാരെ അയച്ചു ഇവനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ദൂതന്മാർ വന്ന് ഇവനെ പിടിച്ചോണ്ട് പോയി. ദൈവസന്നിധിയിൽ ചെന്നു. ദൈവം ചോദിച്ചു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? കർത്താവിനറിയാം. ഇവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചല്ലേ? അവനെ പോലെ നിഷ്കളങ്കനും നേരിളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും വേറെ ഇല്ലല്ലോ. അപ്പം ഇവൻ്റെ മറുപടി, നീ അവന് സമ്പത്ത് കൊടുത്തു, അതുകൊണ്ട് അവൻ നിന്നെ ആരാധിക്കുന്നു. നീ അവന് കാറ് കൊടുത്തു, വീട് കൊടുത്തു, മക്കളെ UK കൊണ്ടുപോയി, അമേരിക്കയിൽ കൊണ്ടുപോയി, അതുകൊണ്ട് അവർ നിന്നെ ആരാധിക്കുന്നു, പാട്ട് പാടുന്നു. സ്വാഭാവികം. കർത്താവ് പറഞ്ഞ്, നീ ഒന്ന് നോക്കിക്കോ, നിന്നെ പോലെയാണ് അവനെന്ന് നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. ആ ദുരന്തം നടക്കാൻ സാത്താൻ തിരഞ്ഞെടുത്ത ദിവസം, മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ വിരുന്ന് നടക്കുന്ന ദിവസം. എന്തിനാണ് ആ ദിവസം തിരഞ്ഞെടുത്തതെന്നറിയാമോ? ഒട്ടകം പോയാലും, ആടുകൾ കത്തിപ്പോയാലും, കാളകളെയും കഴുതകളെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയാലും, മക്കൾ മരിച്ചെന്നറിഞ്ഞാലും ജോബ് ചിലപ്പോൾ പിടിച്ചു നിൽക്കും. പക്ഷെ അത് ഭോഷത്വം പറ്റി, അനേകർ വീണുപോയതുപോലെ എൻ്റെ മക്കൾക്ക് ഭോഷത്വം പറ്റി, അതുകൊണ്ട് ദൈവം തകർത്തതാണെന്നറിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യൻ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അതിനാണ് വിരുന്ന് നടക്കുന്ന ദിവസം തിരഞ്ഞെടുത്തു. ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, ജോബേ, നിന്റെ കാളകളെയും കഴുതകളെയും എല്ലാ ശത്രുക്കളും പിടിച്ചോണ്ട് പോയി, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. ഈ ഞാനൊരുത്തൻ മാത്രം എന്ന് പറഞ്ഞാലില്ലേ, മൊത്തം ഒരു 1500 വേലക്കാരെങ്കിലും ഉണ്ട് ജോബിന്. ഈ ഞാനൊരുത്തൻ മാത്രം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ജോബിനോട് ബഹുമാനമില്ലാത്ത പുച്ഛമായ ഒരുത്തനെയാണെന്ന് ശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് ഇവൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പറയാൻ പറ്റിയ ഒരുത്തനെ ശേഷിപ്പിച്ചിരിക്കുക. ഞാൻ ശേഷിച്ചിട്ടുണ്ട്, നിന്റെ കാളയും കഴുതയൊക്കെ ശത്രുക്കൾ കൊണ്ടുപോയി. വേറൊരുത്തനോടി വന്നു, ജോബേ, നിന്റെ 7000 ആടും ആകാശത്തും തീയിറങ്ങി കത്തിപ്പോയി, വേലക്കാരും പോയി. 7000 ആടിൻ്റെ കൂടെ ഏകദേശം ഒരു 700 ജോലിക്കാരെങ്കിലും ഉണ്ടാകും, അവരും പോയി. ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിപ്പിച്ചിട്ടുണ്ട്. വേറൊരുത്തൻ വന്നു, ഒട്ടകങ്ങളെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി, ഞാൻ മാത്രം ശേഷിച്ചിട്ടുണ്ട്. അവസാനത്തെ വന്ന് പറഞ്ഞു, നിന്റെ മക്കള് മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ വിരുന്നിലായിരുന്നു, കാറ്റ് വന്നു, വീടിടിഞ്ഞു വീണു, മക്കൾ 10 മരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ പിശാച് നോക്കി നിൽക്കുകയാണ്, ദൈവദൂതന്മാർ നോക്കി നിൽക്കുകയാണ്. ജോബ് ഹൃദയം തകർന്നു, ഹൃദയം കീറി, അതുപോലെ അവൻ വസ്ത്രം വലിച്ചു കീറി, അവൻ തല മുടി വെട്ടിക്കളഞ്ഞു, അവൻ കമന്നടിച്ച് വീണു. അവൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, കർത്താവിന് സ്തോത്രം. വചനം പറയുന്നു, ഇതിലൊന്നിലും ജോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഇത് ചെയ്തു? ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയോ? ആരാധന മുടക്കിയോ? ഓഫറിങ് മുടക്കിയോ? പള്ളിക്കുള്ളത് പള്ളിക്കും പാവപ്പെട്ടവനുള്ളത് പാവപ്പെട്ടവനും ഞാൻ കൊടുത്തില്ലേ? ഏതെങ്കിലും കൽപ്പനാലംഘനം നടന്നോ? എൻ്റെ പാപങ്ങളെ ഞാൻ ഡെയിലി ബേസിൽ ഏറ്റു പറഞ്ഞില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഇത് ചെയ്തു? അതോ മറിഞ്ഞിരിക്കുന്ന പാവങ്ങളെ പ്രതി നീ എന്നെ ശിക്ഷിച്ചോ? എൻ്റെ അകൃത്യങ്ങൾ നീ എഴുതി വെച്ചോ? ഇതൊന്നും ചോദിച്ചില്ല. പിന്നെ സാത്താനെ കൂടി ചുറ്റും നടക്കുകയാണ്. ദൈവദൂതന്മാരെ വിട്ടു ദൈവം അവൻ പിടിച്ചോണ്ടി വന്നു. നീ എൻ്റെ ദാസനായ അയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ? അവനെ തകർത്ത് കളയാൻ ഞാൻ നിന്നെ അനുവദിച്ചത് വെറുതെ ആയല്ലോ. അവനവൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവനെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആയി. ദൈവം സാത്താനെ പരിഹസിച്ചു. അപ്പോൾ സാത്താൻ പറയാ, അങ്ങ് അവൻ്റെ ശരീരത്തിലും തൊട്ട് നോക്ക്, ജീവന് വേണ്ടി മനുഷ്യൻ എന്തും കളയും. അങ്ങയുടെ മുഖത്ത് നോക്കി അവൻ ചീത്ത പറയും. വിട്ടുകൊടുത്തു. ദൈവം അനുവദിച്ചു. ജോബിൻ്റെ അസ്ഥികളിൽ കഴയ്ക്കുന്ന വേദന, ശരീരത്തിൽ മുഴുവൻ ത്വക്ക് രോഗം, ചൊറിച്ചില്, പല്ലുകളൊക്കെ ഇളകിപ്പോകുന്നു, ദ്രവത്വം, ശരീരത്തിന് ദുർഗന്ധം, ഭാര്യ പോലും അടുത്തോട്ട് വരുന്നില്ല. ഭാര്യ ആകെ അപ്സെറ്റായി, മാനസികമായി അവർ തകർന്നു. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ അവർ പറഞ്ഞു, ഇനി ദൈവത്തെ സേവിച്ചിട്ട് എന്തിനാ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് ശപിച്ചിട്ട് നീ പോയി മരിക്കുക. വെറുതെ മരിക്കുക എന്നല്ല പറയുന്നത്, നീ പോയി മരിക്കടാ എവിടെയെങ്കിലും എന്നല്ല പറയുന്നത്. ദൈവത്തെ ശപിച്ചിട്ട് നിന്റെ ഈ ഭക്തി ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നു, ഇപ്പോഴും പള്ളിയിൽ പോകുന്നു, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ അങ്ങ് വലിയ നിലയിലായി. അവരവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും വിദേശത്ത് കൊണ്ടുപോയി, വലിയ മാളികകൾ വെച്ചു. അവർ സന്തോഷമായിട്ട് ഉള്ളിച്ചാടി നടക്കും. നീ ഇപ്പോഴും ആരാധനയും പ്രാർത്ഥനയെന്നും പറഞ്ഞ് നടന്നോടാ. കുടുംബത്തിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. ജോ പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ഒരു ഫോളിഷ് വുമൺ ആണ് നീ, മണ്ടിയാണ് നീ, മണ്ടത്തരമാണ് നീ പറയുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചില്ലേ? അപ്പോൾ സന്തോഷമായിരുന്നു, സ്തോത്രമായിരുന്നു അല്ലേ? പുതിയ സ്ഥലം മേടിച്ചപ്പോഴും കൃഷി വിജയം തന്നപ്പോഴും കാറ് മേടിച്ചപ്പോഴും നമ്മൾ എന്ത് സ്തോത്രമായിരുന്നു. ചിക്കനും മട്ടണും വിലയേറിയ വിഭവങ്ങളൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ 15 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണല്ലോ കഴിച്ചത്.
ഇപ്പോഴെവിടെ പോയി പ്രാർത്ഥന? ഇപ്പോൾ എവിടെ പോയി സ്തോത്രം? അപ്പോൾ നമ്മൾ ദൈവത്തെ അല്ല സ്നേഹിച്ചത്, നമ്മൾ അവൻ തരുന്ന നന്മകൾ കൊണ്ടാണ് സ്നേഹിച്ചത്. ഇപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിഗ്രഹാരാധികളാണ്. നന്മ സ്വീകരിച്ചില്ലേ, നിന്മയും സ്വീകരിക്കണ്ടേ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവർ എത്രയോ പ്രാവശ്യം നമ്മളോട് നന്മ ചെയ്തു. അവർ തിന്മ വരുമ്പോഴും ഈ ജോബ് പറഞ്ഞത് പറയണം, ഓർക്കണം. അവർ നമുക്ക് നന്മ ചെയ്തതല്ലേ, അവർ ചെയ്ത തിന്മ കണ്ണടയ്ക്കണം. ഉപദേശിമാർ എത്രയോ പ്രാവശ്യം നമ്മളെ വാക്കിനാൽ ബലപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നു, ക്ഷമിച്ചു കളയുക. ദൈവത്തിന് നന്മ സ്വീകരിച്ചില്ലേ, തിന്മയും സ്വീകരിക്കുക. പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ജോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമ്മൾ കേട്ടാൽ മതി, ധ്യാനിച്ചാൽ മതി. കർത്താവിൻ്റെ മുമ്പിലൊന്ന് മുട്ടുകുത്തി പറഞ്ഞാൽ മതി, കർത്താവേ, ആത്മീയം നിൻ്റെ കയ്യിലാണ്. ഞങ്ങൾ ആത്മീയം എന്ന് പറയുന്നത് ആത്മീയമല്ല, ഞങ്ങൾ ശിശുക്കളാണ്. നിന്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ജോബിനെ കുറിച്ച് കേട്ടു, അങ്ങ് അദ്ദേഹത്തിന് വരുത്തിയ അവസാനം ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഞങ്ങളോടും കരുണ തോന്നണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. ആരംഭത്തെക്കാൾ നല്ല അവസാനം തരണമേ. നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായി തരണമേ. കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളെ ദുഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണേ. ലോകത്തിൽ 3 പേരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിനെ ഒട്ടും നിരസിക്കാൻ കഴിയാതിരുന്നത്. അത് ദാനിയേലിൻ്റെയാണ്, അത് നോഹയുടെയാണ്, അത് ജോബിൻ്റെയാണ്. 3 പേരും കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. 3 പേരും സഹോദര സ്നേഹമുള്ളവരാണ്. എൻ്റെ ജനം എന്നൊരു ചിന്തയുള്ളവരാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് കൃപ നൽകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, വിലാപങ്ങൾ നൃത്തമാകുവാൻ, സന്തോഷവും സമാധാനവും യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.